Romans chapter 12. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച്, റോമർ 12:1, സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇന്ന് രാത്രി നിനക്ക് പറയാമോ, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിര, എന്റെ കണ്ണ് ദൈവ മഹത്വം കാണാനുള്ളതാ, എന്റെ ചെവി ദൈവ ഇഷ്ടം കേൾക്കാനുള്ളതാ. എന്നെ ഉപയോഗിച്ചോണ്ട് നീ അങ്ങനെ സൂയിക്കേണ്ട പിശാചേ എന്ന് പറയാൻ നിനക്ക് കഴിയുമോ? അതാ യേശു പറഞ്ഞത്, ഒരു മനുഷ്യനെ പിശാച് വിട്ടുപോയാൽ അവനിങ്ങനെ എംപ്റ്റി പ്ലേസ് അന്വേഷിച്ച് നടക്കുക. കാരണം അവൻ എവിടെയെങ്കിലും ഇരിക്കണം. 6000 ഭൂതങ്ങൾ. ഈ പുള്ളി കല്ലറയിലല്ലേ കിടക്കുന്നേ? കല്ലറയിലാണോ? എന്നാ പിന്നെ കല്ലറയ്ക്കകത്ത് കിടക്കുന്ന ഏതെങ്കിലും ആളുകളുടെ അകത്തിരുന്നാ പോരെ? അവൻ ചത്ത ശവത്തിനകത്തോ അസ്ഥികൂടത്തിനകത്തോ ഒന്നും ഇരിക്കുന്നവൻ ഇഷ്ടമല്ല. അവൻ ഈ ചലിക്കുന്ന മൂവ് ചെയ്യുന്നവനെ വേണം. എന്നാൽ ഇന്ന് രാത്രിയിൽ വെളിച്ചമാകുന്ന ക്രിസ്തു നിന്റെ ആത്മാവിലേക്ക് വരുമ്പോൾ ഇരുട്ട് അവിടെ ഡിസപ്പിയർ ആകുക. ദൈവാത്മാവ് ഒരിക്കലും നിങ്ങളെ മിസ്ലീഡ് ചെയ്യത്തില്ല. നെവർ. ദൈവാത്മാവ് ഒരിക്കലും നിന്നെ വഴിതെറ്റിക്കത്തില്ല. ദൈവാത്മാവ് ഒരിക്കലും നിന്നെ പേടിപ്പിക്കത്തില്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, അവനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ജീസസ് ടീച്ച് ദിസ്. യേശു പഠിപ്പിച്ചു ഈ 2 ലോകത്തെക്കുറിച്ച്. യേശു പഠിപ്പിച്ചു ഈ 2 രാജ്യത്തെക്കുറിച്ച്. സാത്താന്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യവും. The kingdom of God and the demonic world. യേശു പറയുന്നു, സാത്താൻ അവന്റെ രാജ്യത്തിൽ അവന്റെ സംവിധാനങ്ങൾ മുഴുവൻ ദൈവത്തിനും തന്റെ പ്രവൃത്തിക്കും അവന്റെ വചനത്തിനും എഗൻസ്റ്റ് ആണ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. 2 പത്രോസ് 1 അധ്യായം 4 വാക്യം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. Might be partakers of the divine nature. നിങ്ങൾ ഈ ലോകത്തിന്റെ മോഹം വിട്ട് ഒഴിഞ്ഞിട്ട് നിങ്ങൾ ക്രിസ്തുവിലാകുമ്പോൾ, നിങ്ങളുടെ ആത്മാവിൽ ക്രിസ്തു വസിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ ഡിവൈൻ നേച്ചർ ഉണ്ടാകുകയാണ്. ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് നിങ്ങളും കൂട്ടാളികളാകുകയാണ്. കാരണം നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്നതാണ് നിങ്ങളിൽ വെളിപ്പെടുന്നത്. നിങ്ങൾ ഉപവസിക്കാതെയും പ്രാർത്ഥിക്കാതെയും ബൈബിൾ വായിക്കാതെയും ആരാധനകളിൽ പങ്കെടുക്കാതെയും ഒന്ന് ഓടി നോക്കിയേ, നിങ്ങളുടെ സ്വഭാവം തനിയെ മാറും. നിങ്ങളിൽ ആ പഴയ സ്വഭാവങ്ങൾ പലതും നിങ്ങളിലേക്ക് തിരിച്ചു വരും. ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി. 5-ാമത്തെ വാക്യം എന്നെ അതിശയിപ്പിക്കുന്നൊരു വാക്യമാണ്.
അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടുകൂടെ വീര്യവും, വീര്യത്തോടുകൂടെ പരിജ്ഞാനവും, പരിജ്ഞാനത്തോടുകൂടെ ഇന്ദ്രിജയവും, ഇന്ദ്രിജയത്തോടുകൂടെ സ്ഥിരതയും, സ്ഥിരതയോടുകൂടെ ഭക്തിയും, ഭക്തിയോടുകൂടെ സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോടുകൂടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. എവറിത്തിങ് ഈസ് കണക്റ്റഡ്. ഒറ്റ കാര്യം സംഭവിച്ചാൽ മതി, അവന്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീരണം. താങ്ക് യു ലോർഡ് ജീസസ്. എന്താ ദൈവത്തിന്റെ നേച്ചർ? നായയുടെ കുട്ടി നായ്ക്കുട്ടി, സിംഹത്തിന്റെ കുട്ടി സിംഹക്കുട്ടി, പൂച്ചയുടെ കുട്ടി പറ പൂച്ചക്കുട്ടി. പൂച്ചയ്ക്ക് ജനിച്ചത് പൂച്ചയാ, നായ്ക്ക് ജനിച്ചത് നായ, സിംഹത്തിന് ജനിച്ചത് സിംഹമാ. ക്രിസ്തുവിൽ ജനിച്ചവൻ അവന്റെ മാറ്റമില്ലാത്ത കെടാത്ത ബീജമായ വചനം ആത്മാവിൽ വീണ് വീണ്ടും ജനനം പ്രാപിച്ചവൻ. അവന്റെ നേച്ചർ, അവന്റെ ഇമേജ്, അവന്റെ രൂപം, അവന്റെ ഭാവം, അവന്റെ ശബ്ദം, അവന്റെ നോട്ടം ഈ ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനപ്പുറമായതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തിൽ ജ്യോതിസുകളാണ്. Thank you, Lord Jesus. His nature is holiness. His nature is love. His nature is boldness. ദൈവത്തിന്റെ സ്വഭാവം ഇതൊക്കെ. നിങ്ങൾ യഥാർത്ഥമായി വീണ്ടും ജനിച്ചെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ചെങ്കിൽ, അവന്റെ ദിവ്യ സ്വഭാവത്തിന് നിങ്ങളും അവകാശികളാണ്. എനിക്ക് വീണ്ടും ജനിച്ചെന്ന് പറയുന്ന നിങ്ങളിൽ എനിക്ക് സ്നേഹം കാണണം. വീണ്ടും ജനിച്ചെന്ന് പറയുന്ന നിങ്ങളിൽ എനിക്ക് ആ ധൈര്യം കാണണം. വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞ നിങ്ങളിൽ ദൈവത്തിന്റെ മുഖമുദ്രയാണ്, ദൈവത്തിന്റെ ഇമേജ് ആണ് ഹോളിനെസ്. വീണ്ടും ജനിച്ചെന്ന് പറയുന്ന നിങ്ങളിൽ ആ വിശുദ്ധി കാണണം. ഇറ്റ്സ് ഡിവൈൻ നേച്ചർ. കാരണം നമ്മളിപ്പോൾ ദൈവഭവനക്കാരാണ്. ആരും മിണ്ടുന്നില്ല. എഫേസ്യർ 2:18-19 പൗലോസ് പറയുന്നു, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ എഫേസ്യർ 2:19 ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, ദൈവത്തിന്റെ ഭവനക്കാരത്രേ. Hallelujah. We are one family. നമുക്ക് എല്ലാവർക്കും ഒറ്റ അപ്പൻ, നമുക്കെല്ലാവർക്കും ഒറ്റ ഭവനം, നമുക്കെല്ലാവർക്കും വേണ്ടി ക്രൂശിൽ ഒരുവൻ യാഗമായി, നമുക്കെല്ലാവരെയും ചേർക്കുവാൻ അവൻ ഒരുവൻ തിരിച്ചു വരുന്നു. നമ്മളെല്ലാവരും ചെന്ന് നിൽക്കേണ്ടത് ആ ഒരു ഒറ്റ സ്ഥലത്താണ്. നമ്മൾ ദൈവഭവനക്കാരാണ്. മോർ ദാൻ എ മിനിസ്ട്രി. നിങ്ങളുടെ വീട്ടിലുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണോ? അല്ലയോ? നിങ്ങളിപ്പോ ഏത് ഭവനക്കാരാ? ദൈവഭവനക്കാരനാ. ഞാൻ ദൈവഭവനക്കാരനാകയാൽ എൻ്റെ ഭവനത്തിൽ എനിക്കൊരു അപ്പായുണ്ട്. ആ അപ്പ, he will provide everything for me. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. താങ്ക് യു ഹോളി ഗോസ്റ്റ്. റോമർ 8:14, 15, 16, 17 വാക്യത്തിൽ പൗലോസ് പറയുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവാണോ നിങ്ങളെ നടത്തുന്നേ?
നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഈ സൃഷ്ടി, ഈ പ്രപഞ്ചം ആ വെളിപ്പാടിൽ നിൽക്കുന്നവനെ അന്വേഷിക്കുന്നു. 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നിങ്ങളാരും ഇനി ദാസന്മാരോ ദാസിമാരോ അല്ല. മോനെ, താഴ്മ അഭിനയമല്ല. ഞാൻ ലോകത്തിൽ കണ്ടതിൽ ഏറ്റവും താഴ്മയുള്ളവൻ ക്രിസ്തുവാണ്. പക്ഷെ ആ ക്രിസ്തു, ഹെരോദാവ് എന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് യോഗമൊന്നും നടത്താൻ പറ്റുകയില്ല, മര്യാദയ്ക്ക് ടെന്റും സ്പീക്കറും എല്ലാം എടുത്തുകൊണ്ട് പൊക്കോണം. കർത്താവ് പറഞ്ഞു, നീ പോയി ആ കുറുക്കനോട് പറ, ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ യോഗം, 3 ദിവസമാക്കുമെന്ന് പറയാൻ പറഞ്ഞു. പൈശാചിക മണ്ഡലത്തിന്റെ മുമ്പിൽ ഇങ്ങനെ വളഞ്ഞു കൂനി നിൽക്കുന്നതല്ല താഴ്മ. ദൈവത്തിന്റെ ഞാൻ ഇങ്ങനെ പറയുന്നു, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ മുൻപാകെ നീ ദാസനായി താഴ്മയുള്ളവനായി ആ അപ്പന്റെ കാലിൽ, ആ യജമാനന്റെ കാലിൽ ഇങ്ങനെ വീണ് കിടക്കണം. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ഗർജിക്കുന്ന സിംഹത്തെ പോലെ ഇറങ്ങി പുറത്തു വരണം. അടിമത്തത്തിൽ കിടന്ന ഞാൻ പുത്രത്വത്തിലേക്ക് വന്നു. ഞാനിപ്പോൾ അടിമയല്ല, ഞാനിപ്പോൾ പുത്രനാണ്. നിന്റെ അകത്ത് വന്നവൻ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ഞാൻ എൻ്റെ മക്കളോട് പറയാം, ഒരു പിശാച് ഉപയോഗിക്കുന്ന കൃപയെന്ന് വീണുപോയ ഒരുത്തന്റെ മുമ്പിൽ നിന്റെ ശുശ്രൂഷയ അടിയറ പറയരുത്. യോഹന്നാൻ 8:34, 35, 32-ാമത്തെ വാക്യം പാസ്റ്റർ ജിജി ആദ്യം ഒന്ന് വായിക്കും. യോഹന്നാൻ 8:32. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. How many people want freedom? ആത്മാവിലൊരു സ്വാതന്ത്ര്യം എത്ര പേർക്ക് വേണം? താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇനി ആ വാക്യത്തിന്റെ 34, 35 വായിച്ച് എന്തുവാ സത്യം? അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. സൃഷ്ടി, പ്രപഞ്ചം ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നു. ദാസൻ വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, പുത്രൻ പുത്രത്വത്തിന്റെ വെളിപ്പാടിൽ നിൽക്കുന്നവൻ, പുത്രൻ ഒന്നഴിച്ചാൽ പിന്നെ അത് കെട്ടാൻ പറ്റുകയില്ല. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ, ഏകവചനമല്ലത്. We all are the sons of God, children of God. You are the daughter of God. ബന്ധനത്തിൽ കിടക്കുന്ന ഒരുത്തനെ നോക്കി ദൈവപുത്രന്റെ നാമം അവന്റെ മേൽ പറഞ്ഞാൽ, പുത്രനാകുന്ന നീ, പുത്രനാകുന്ന പാസ്റ്റർ, പുത്രനാകുന്ന റോബിൻ, പുത്രനാകുന്ന ഇമ്മാനുവേൽ ഈ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയപ്പെടുന്നു, ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും.